മർവാൻ അട്ടപ്പെട്ടു. 90കളിലും 2000ങ്ങളുടെ പകുതിയോളവും ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഓപ്പണിംഗ് ബാറ്ററായിരുന്നു. ലോക ക്രിക്കറ്റിലെ ഒരു പ്രധാനപ്പെട്ട താരവുമായിരുന്നു മർവാൻ അട്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൻ്റെ തുടക്കം രസകരമാണ്. ശ്രീലങ്കൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ റൺമലകൾ തീർത്തുകൊണ്ടാണ് മർവാൻ അട്ടപ്പെട്ടു എന്ന പയ്യൻ അവിടുത്തെ സെലക്ടർമാരുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. 20ാമത്തെ വയസ്സിൽ തന്നെ അയാൾ ശ്രീലങ്കൻ ദേശീയ ടീമിലെത്തി. 1990 നവംബറിൽ ഇന്ത്യയുമായിട്ടായിരുന്നു ആദ്യ മത്സരം. ടെസ്റ്റ് മത്സരമായിരുന്നു. ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ മർവാന് സ്കോറൊന്നും നേടാൻ കഴിഞ്ഞില്ല, 0-ന് പുറത്ത്. രണ്ടാം ഇന്നിങ്സിലും 0. സ്വാഭാവികമായിട്ടും ദേശീയ ടീമിൽ നിന്ന് പുറത്തായി. വീണ്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഗംഭീര പ്രകടനങ്ങൾ നടത്തി 21 മാസങ്ങൾക്ക് ശേഷം ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തി. രണ്ടാമത്തെ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 0. രണ്ടാം ഇന്നിങ്സിൽ ഡക്കുകളുടെ തുടർച്ച ഒഴിവായി 1 റൺസ് എടുത്തു. പക്ഷേ ആ 1 റണ്ണിൽ ആ ഇന്നിങ്സും അവസാനിച്ചു. വീണ്ടും ടീമിൽ നിന്ന് പുറത്തേക്ക്, വീണ്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ അത്യുജ്വല പ്രകടനങ്ങൾ. അങ്ങനെ 17 മാസത്തിന് ശേഷം 3ാമത്തെ ടെസ്റ്റ് കളിക്കാൻ അവസരം കിട്ടി. 3ാമത്തെ ടെസ്റ്റിലെ 2 ഇന്നിങ്സിലും 0. ആദ്യ 3 ടെസ്റ്റുകളിലെ 6 ഇന്നിങ്സുകളിൽ നിന്ന് മർവാൻ്റെ സമ്പാദ്യം ഒരേ 1 റൺസ്. 3 വർഷങ്ങൾക്ക് ശേഷം 4ാമത്തെ ടെസ്റ്റ് കളിക്കാൻ പുള്ളിക്ക് അവസരം കിട്ടി. ആ 4ാം ടെസ്റ്റ് മുതൽ കുറച്ചൊക്കെ സ്കോർ ചെയ്യാൻ തുടങ്ങിയെങ്കിലും വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ആദ്യ 11 ഇന്നിങ്സുകളിൽ പുള്ളിയുടെ ടോപ്പ് സ്കോർ 29 റൺസായിരുന്നു. തൻ്റെ 10ാമത്തെ ടെസ്റ്റിലാണ് ആദ്യ ടെസ്റ്റ് സെഞ്ചുറി നേടുന്നത്. അപ്പോഴേക്കും ഡെബ്യൂ കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാമത്തെ ടെസ്റ്റിൽ പുള്ളി ആദ്യ സെഞ്ചുറി നേടി. അവിടെ നിന്ന് അങ്ങോട്ട് പക്ഷേ ഇല്ലസ്ട്രിയസ് എന്ന് പറയാവുന്ന ഒരു കരിയർ മർവാൻ ബിൽഡ് ചെയ്തു. 90 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചു. 40-40 ശരാശരിയിൽ 5500-ലധികം റൺസ് ടെസ്റ്റിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. 268 ഏകദിനങ്ങൾ കളിച്ചു. ഏകദിനങ്ങളിലും തുടക്കം ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. 268 ഏകദിനങ്ങളിൽ നിന്ന് 38 റൺസിനടുത്ത് ശരാശരിയിൽ 8500+ റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഇൻ്റർനാഷണൽ കരിയറിൽ 14,000-ലധികം റൺസ് സ്കോർ ചെയ്തു. ഇടയ്ക്ക് ഒരു ചെറിയ കാലയളവിൽ ശ്രീലങ്കയുടെ ക്യാപ്റ്റനുമായിരുന്നിട്ടുണ്ട്. അന്ന് ടെസ്റ്റ് കളിക്കുകയായിരുന്ന എല്ലാ ടെസ്റ്റ് പ്ലേയിങ് നേഷൻസിനെതിരെയും സെഞ്ചുറി നേടാൻ അട്ടപ്പെട്ടുവിന് കഴിഞ്ഞിട്ടുണ്ട്. 16 ടെസ്റ്റ് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്. അതിൽ 6 ഡബിൾ സെഞ്ചുറികളാണ്. ഡബിൾ സെഞ്ചുറികളുടെ എണ്ണത്തിൽ 6 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. ഇതിഹാസ താരങ്ങളോടൊപ്പമാണ് ഇക്കാര്യത്തിൽ പുള്ളിയുടെ സ്ഥാനം. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ 6 ഡബിൾ സെഞ്ചുറികളാണ് നേടിയിട്ടുള്ളത്. 2007 അദ്ദേഹം കളിക്കാരൻ എന്നുള്ള നിലയിൽ വിരമിച്ചു. ഇപ്പോഴും കോച്ചായിട്ടും കമൻറ്റേറ്ററായിട്ടുമൊക്കെ വളരെ സജീവമായൊരു ക്രിക്കറ്റ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് അട്ടപ്പെട്ടു. ഈ സ്റ്റോറി കേട്ടപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇത്രയധികം അവസരങ്ങൾ കിട്ടി? തുടക്കത്തിൽ ഇത്രയും പരാജയങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും അവസരങ്ങൾ എങ്ങനെ കിട്ടി? എന്താണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡും സെലക്ടേഴ്സും ഇദ്ദേഹത്തിൽ ഇത്രയും വിശ്വാസം അർപ്പിക്കാനുള്ള കാരണം? അതിൻ്റെ ഒരു മറുപടി എനിക്ക് തോന്നുന്നത്, മർവാൻ വളരെ സാങ്കേതിക തികവാർന്ന ബാറ്റ്സ്മാനായിരുന്നു. ടെക്നിക്കലി സൗണ്ട്, ക്ലാസിക് ശൈലി അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ബാറ്റിംഗ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ, ആ രീതിയിൽ മാത്രം ബാറ്റ് വീശുന്ന ഒരു കളിക്കാരനായിരുന്നു മർവാൻ അട്ടപ്പെട്ടു. നമ്മൾ സ്പോർട്സിൽ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഫോം ടെമ്പററിയാണ്, പക്ഷേ ക്ലാസ് പെർമനൻ്റ് ആണ്. അങ്ങനെ മർവാൻ്റെ ക്ലാസ് അവർ മനസ്സിലാക്കിയിരുന്നു. ക്ലാസി ആയിട്ടുള്ള മർവാൻ ഇന്നല്ലെങ്കിൽ നാളെ വലിയ പ്രകടനങ്ങൾ നടത്തും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ആ വിശ്വാസം ശരിയുമായിരുന്നു. ഇപ്പോഴത്തെ ക്രിക്കറ്റ് പ്രധാനമായും T20 ക്രിക്കറ്റാണ് ഇപ്പോൾ പ്രധാനം. T20 ക്രിക്കറ്റിൽ ഇത്തരം ക്ലാസിക് ശൈലിയിൽ ബാറ്റ് വീശുന്ന അധികം ബാറ്റ്സ്മാൻമാരില്ല, ആരും ഇല്ല എന്ന് തന്നെ പറയാം. ഏകദേശം ഒക്കെ ആ ശൈലിയിൽ ബാറ്റ് വീശുന്ന ഒരു കളിക്കാരൻ നമ്മുടെ സഞ്ജു സാംസൺ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ? യോജിപ്പായാലും വിയോജിപ്പായാലും കമൻറ്റുകളിലൂടെ അറിയിക്കുക. മറ്റ് പേരുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കമൻറ്റുകളിലൂടെ അറിയിക്കുക. നന്ദി. മറ്റൊരു സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം.